ഈ 8ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ക്ലിനിക്കിൽ കൊണ്ടുവന്നിരുന്നു. എന്തുകൊണ്ട് പുതിയ കാലത്ത് ഇത്രയധികം പെൺകുട്ടികൾക്ക് നേരത്തെ പ്രായപൂർത്തിയാവുന്നു? ഈ ഒരു സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലോട്ട് പറഞ്ഞു തരാം. 3ാമത്തെ കാര്യം തീർച്ചയായിട്ടും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നമ്പർ 1, ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്തുക. അമിതഭാരം ഇൻസുലിൻ, ലെപ്റ്റിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകളെ ഉത്തേജിപ്പിക്കുകയും അതുവഴി നേരത്തെ പ്രായപൂർത്തിയാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യം, പ്രോട്ടീൻസ് തുടങ്ങിയവ ധാരാളം ഉൾപ്പെടുത്തുക. അമിതമായിട്ടുള്ള മധുരവും ജങ്ക് ഫുഡ്സും ഒക്കെ പരമാവധി കുറയ്ക്കുക. ദിവസവും 1 മണിക്കൂറെങ്കിലും കളിക്കുക. നമ്പർ 2, BPA, താലൈറ്റ്സ് പോലെയുള്ള രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക. എങ്ങനെയെന്ന് വ്യക്തമാക്കി തരാം. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ വെച്ചിട്ട് ഭക്ഷണം ചൂടാക്കുന്നത് ഒഴിവാക്കാം. മുതിർന്നവരുടെ മേക്കപ്പ് സാധനങ്ങൾ പരമാവധി കുട്ടികളിൽ നിന്നും അകറ്റി നിർത്താം. അതുപോലെ സുഗന്ധരഹിതമായിട്ടുള്ള സോപ്പുകളും ലോഷനുകളും ഉപയോഗിക്കാം. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കാം. നമ്പർ 3, ഉറക്കവും സ്ക്രീൻ ശീലങ്ങളും മെച്ചപ്പെടുത്തുക. അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗവും ഉറക്കമില്ലായ്മയും എല്ലാം നമ്മുടെ ശരീരത്തിലുള്ള മെലറ്റോണിൻ എന്നുള്ള ഹോർമോണിൻ്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കുകയും അതുവഴി നേരത്തെ പ്രായപൂർത്തിയാവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദിവസവും കൃത്യമായി ഉറങ്ങാനുള്ള ഒരു സമയം നിശ്ചയിക്കുകയും ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ഒഴിവാക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. 8 വയസ്സിന് മുമ്പായിട്ട് പ്രായപൂർത്തിയാവുന്നെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണുക. നേരത്തെയുള്ള രോഗനിർണയം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ചുറ്റിലുമുള്ള പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഈ വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്തു കൊടുക്കുക. താങ്ക്